പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട് എല്ലാവരുടെയും? എല്ലാവരുടെയും മനുഷ്യമായിട്ട് പ്രത്യേകിച്ച് പറയേണ്ട സൂപ്പർ ആയിരുന്നു. സ്ക്രീൻ സ്പേസ് ഉണ്ടായിരുന്നു. നല്ല സ്ക്രീൻ ഉണ്ടായിരുന്നു, കൊള്ളായിരുന്നു. ഡയറക്ഷൻ ഒക്കെ എങ്ങനെയുണ്ട് പൃഥ്വിരാജിന്റെ? സിനിമാറ്റോഗ്രഫി അടിപൊളിയായിരുന്നു. സൂപ്പർ ആയിരുന്നു. ഇങ്ങനെ കട്ട് ചെയ്യണമെന്നൊന്നും പറഞ്ഞിട്ട് ഒരുപാട് ഇങ്ങനെ ഇഷ്യൂ ഉണ്ടാവുന്നില്ല. അതിന്റെ ഒരു ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇതിങ്ങനെ കാണുന്നതന്നെ നല്ലതെന്ന് തോന്നുന്നു. എങ്ങനെയുണ്ട്? ഇഷ്ടമായോ സിനിമ? ഇഷ്ടമായോ സിനിമ? എങ്ങനെയുണ്ട്? നല്ല മൂവിയാണ്. എങ്ങനെ ലൂസിഫറിൽ നിന്ന് എമ്പുരാനിലോട്ട് എത്തിയപ്പോ എന്തൊക്കെയാണ്? രണ്ട് സിനിമയാണല്ലോ, അപ്പൊ അതിന്റേതായിട്ടുള്ള മേക്കിംഗ് ഡിഫറൻസ് ഉണ്ട്. പിന്നെ ബേസിക്കലി സെൻസർഷിപ്പ് കട്ട് വരുന്നതിന് മുന്നേ കാണണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അതെല്ലാം കട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതൊക്കെ ജനങ്ങൾ ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളാണ്. ഒരു സിനിമയിലൂടെ കുറച്ചുകൂടി വൈഡ് ആയിട്ടുള്ള ഓഡിയൻസിന് കാണുമ്പോൾ കുറച്ചുകൂടെ കൺവേ ആവുമല്ലോ. അപ്പൊ ഇതിങ്ങനെ തന്നെ കട്ട് ചെയ്യാതെ തന്നെ എല്ലാവരും കാണണം എന്നാണ്. അപ്പൊ അതിന് മുന്നേ കാണണം എന്നൊരു ആഗ്രഹത്തിന്റെ പുറത്ത് അതുകൊണ്ട് തന്നെയാണ് ഓടി വന്നത്. പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ടല്ലോ? പെർഫോമൻസ് ലാലേട്ടന്റെ ഒരു കംബാക്ക് പോലെ ഫീൽ ചെയ്തു കുറെയൊക്കെ. പിന്നെ ടോവിനോ, മഞ്ജു ചേച്ചി, മഞ്ജു വാര്യർ എന്താ ലൂസിഫർ പോലെയല്ല, എമ്പുരാനിൽ കുറച്ചുകൂടി ഭയങ്കര നമുക്ക് ഒരു ശക്തമായിട്ടുള്ള സ്ത്രീ കഥാപാത്രമാണ് സിനിമയിൽ. സിനിമാറ്റോഗ്രാഫി, ബിജി ഒക്കെ ഇഷ്ടപ്പെട്ടോ? യെസ്, കൊള്ളാം, നല്ലതാ. ഒരു എക്സ്പീരിയൻസ് സിനിമ കാണുമ്പോ സിനിമയുടെ അകത്ത് നമ്മള് ആവുന്നുണ്ട്. നല്ല ഡയറക്ഷൻ എങ്ങനെയുണ്ട്? ഡയറക്ഷൻ നല്ലതാ. എങ്ങനെയുണ്ട് സിനിമ? ഉഗ്രൻ. എന്താണ് ഭയങ്കരമായിട്ട് ഇഷ്ടമായത്? എല്ലാം നമ്മുടെ ഇന്നത്തെ ഈ കാലഘട്ടത്തിന്റെ ആവശ്യമായ ഒരു സിനിമ. ജാതിക്കും മതത്തിനും ജാതിക്കും മതത്തിനും വേണ്ടി ആളുകള് ജനങ്ങളെ കൊല്ലുന്നുണ്ട്. അതിനെതിരായിട്ടുള്ള ഒരു വാണിയാണ്. നല്ല സിനിമ. കട്ട് ചെയ്യരുത്, ഒരിക്കലും കട്ട് ചെയ്തിട്ടില്ല. നല്ല അഭിപ്രായം തന്നെയാണ്. എല്ലാവരുടെയും നല്ലത്. മഞ്ജു വാര്യരുടെ എക്സെപ്ഷനുകൾ ആണെന്ന് പറയാനുള്ളത്. സീൻസ് ഒക്കെ ഉണ്ടല്ലോ മഞ്ജു ചേച്ചിക്ക്. അതൊക്കെയുണ്ട്. നല്ല ഫസ്റ്റ് പാർട്ടിനെക്കാട്ടി ഒരുപാട് റോള് കിട്ടി ചെയ്തിട്ടുള്ളത് പോലെ തോന്നുന്നുണ്ട്. നല്ല ഓവറോൾ നല്ല ഇഷ്ടം. മേക്കിംഗ് ആണ് എടുത്തു പറയാനുള്ളത്. ഒരു മലയാള സിനിമയെ നമുക്കൊരു ഇന്റർനാഷണൽ ലെവലിൽ കണ്ട ഒരു ഫീലാണ് നമുക്ക് ഉണ്ടായത്. എന്തുകൊണ്ടും ഐ പേഴ്സണലി എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് പറയുന്ന രാഷ്ട്രീയമൊക്കെ എന്താണ് ചർച്ച ഇപ്പൊ ഭയങ്കരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. വെറുതെ ഓരോ ശല്യം ആവശ്യമില്ലാത്ത കാര്യമാണല്ലേ? സിനിമ എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടുണ്ട്. എങ്ങനെയുണ്ട്? ഇവിടെ എന്താ പറയാ? മഞ്ജു ചേച്ചി എങ്ങനെ പൊളിച്ചോ സിനിമ? ഡയറക്ടർ നേർത്തോ? പൃഥ്വിരാജ്. മേക്കിംഗ് ഒക്കെ ഇഷ്ടമായി? എല്ലാം ഇഷ്ടമായി. ഇതിലെ രാഷ്ട്രീയം ഭയങ്കര ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്നത്. അതിനെ കുറിച്ച് എന്താ? സിനിമയായിട്ട് കാണുക. മഞ്ജു വാര്യറിന്റെ എല്ലാവരുടെയും പെർഫോമൻസ് വളരെ നന്നായിട്ടുണ്ട്. നല്ല സിനിമയാണ്. ഇങ്ങനെ കാണാൻ പറ്റിയ സിനിമയാണ്. ലെവത്തോടൊന്നുമില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണ്. ടെക്നിക്കലി വലിയ പെർഫെക്ഷൻ ഉള്ള മറ്റുള്ള ബ്രഹ്മാണ്ഡ സിനിമ പോലെ തന്നെ സ്റ്റാൻഡേർഡ് നിലനിർത്തുന്ന സിനിമയാണ്. കാണാതിരുന്നാല് വലിയ നഷ്ടം തന്നെയാണ്. കാണണമെന്നാണ് എന്റെ അഭിപ്രായം. രാഷ്ട്രീയം അതിൽ വലിയ പ്രസരിപ്പ് കാണുന്നില്ല. കാണാൻ പറ്റിയൊരു സിനിമയാണ്. കാണണമെന്നാണ് എല്ലാവരും കാണണമെന്നാണ് എന്റെ ആഗ്രഹം. അതിന്റെ ഡയറക്ഷൻ കാര്യമൊക്കെ എങ്ങനെയുണ്ട്? അതെ, ഇഷ്ടപ്പെട്ടു. നന്നായിട്ടുണ്ട്. ഡയറക്ഷൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. രാഷ്ട്രീയത്തിനെ കുറിച്ചൊക്കെ ഒരുപാട് ചർച്ച. കമന്റ്സ് ഇവിടെ എന്താ പറയാനുള്ളത്? നന്നായിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഉള്ള കാര്യം പറയുന്ന ബുദ്ധിമുട്ട് വിചാരിക്കണ്ട. നല്ലതായിരുന്നു. എന്താണ് ഇഷ്ടപ്പെട്ട? എന്താണ് മേക്കിംഗ് ഇഷ്ടപ്പെട്ടു. സ്റ്റോറി ഓക്കെ. വിവാദപരമായിട്ടുള്ള കാര്യങ്ങൾ നടന്നുണ്ടെങ്കിൽ അത് ഈ പടത്തിനെ ബാധിക്കുന്നു. സൂപ്പർ. എങ്ങനെയുണ്ട് പെർഫോമൻസ് ഒക്കെ? എങ്ങനെയുണ്ടല്ലോ? അടിപൊളി. ഡയറക്ഷൻ ഒക്കെ ഇങ്ങനെയൊക്കെ സിനിമ എടുത്തു വെച്ചാൽ പിന്നെ എന്ത് പറയാനില്ല. ആയിക്കൊണ്ടിരിക്കുകയല്ലേ ഈ ഒരു സിനിമ? അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? സാധാരണ ഉണ്ടാവുന്നതാണ്. ഇങ്ങനെയൊക്കെയുള്ള സിനിമകൾ മലയാളത്തിൽ അപൂർവമാണ്. എന്താ പറയാനുള്ളത്? മാറ്റം നമുക്ക് പറയാൻ കേട്ടോ. മാറ്റാതിരുന്ന അത്രയ്ക്ക് നല്ലതാ.